நடிகர் திலீப் நடிகை பாலியல் துன்புறுத்தல் வழக்கிலிருந்து விடுதலை செய்யப்பட்டிருக்கக்கூடிய நிலையில் செய்தியாளர்களை சந்திச்சு அவர் பேசியிருக்கார். அந்த காட்சிகளை பார்த்துடலாம். യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഒന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഒന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. என்னோட கரியர், என்னோட இமேஜை எல்லாம் சீரழிக்க நடந்த முயற்சி இந்த கேஸுன்னும், இதிலிருந்து மீண்டு வர எனக்கு உதவி புரிந்த அனைவருக்கும் நன்றினும் சொல்லியிருக்காரு நடிகர் திலீப். இன்னும் 10 நாட்களில் அவரோட புது படத்துக்கும் ரிலீஸ் ஆகிறதுக்கும் தயாராகிட்டு இருக்கார் நடிகர் திலீப். அங்கே நீதிமன்ற வளாகத்திலிருந்து செய்தியாளர்களோட பேசிய காட்சிகளை நம்ம பார்த்தோம். உங்கள் தந்தி ஒன் தொலைக்காட்சியில் ராணி அகல்யா தினமும் மாலை 5 மணிக்கு காண தவறாதீர்கள்.